ഇനിയുള്ള കാലത്ത് തുടർന്ന് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വലിയൊരു കൺഫ്യൂഷനാണ്. അതിലൊരു ക്ലാസ് നടത്തിയുണ്ടായി. ആ കടലാസിൽ പറയുന്നുണ്ട് തുടർന്ന് എന്താണ് പഠിക്കേണ്ടത്, ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് പഠിച്ച് മുന്നേറാം. സാധാരണ ആൾക്കാർ നിരീക്ഷിക്കുന്ന ഒന്ന് എഞ്ചിനീയറിംഗ് പോവുക, അല്ലെങ്കിൽ ഡോക്ടറാവുക, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയി ചെയ്താണ്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിലും ഭാവിയിൽ ഗുണം ചെയ്യുന്ന ഒരുപാട് കോഴ്സുകൾ നമ്മുടെ ഈ രാജ്യത്തുകൊണ്ട് രാജ്യത്തിന് പുറത്തുമുണ്ട്. രാജ്യത്തിനകത്തുള്ള കോഴ്സുകളെ പറ്റി നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ പുറത്ത് പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ നോക്കി വേണം പോകാൻ. നമ്മളെ ഗൾഫിലൊക്കെ പോയി കൊണ്ട് പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്ന പോലെ, വിസ ഇല്ലാതെ കൊണ്ടുപോയി ഗൾഫിൽ തള്ളി എന്ന് പറയുന്ന പോലെ പഠിക്കാൻ കൊള്ളാത്ത ചില യൂണിവേഴ്സിറ്റികളിലേക്ക് കൊണ്ടുപോകും. അത് അപകടകരമാണ്. പിന്നെ മാത്രമല്ല, ഇംഗ്ലണ്ടിൽ ജോലി വാങ്ങിച്ചേരാന്നൊക്കെ പറയാം. അത് വിശ്വസിക്കരുത്. അവിടെ പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങളത് പരിശോധിക്കുക, നിങ്ങൾ തന്നെ പരിശോധിക്കുക. ലോകത്തെ ഒരു 500 യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാവൂ. ലോകം മൊത്തം ഇൻ്റർനെറ്റിലൊക്കെ കാണാം. ലോകം മുഴുവൻ വിദേശത്ത് പോകുമ്പോൾ 500 യൂണിവേഴ്സിറ്റി ആദ്യത്തെ റേറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ 500 യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾ പോകാവൂ. മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോകുന്നതിനൊരു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിനൊരു വിലയില്ലായ്മയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഭാവിക്ക് വേണ്ട പരിപാടികൾ, ഈ പ്രത്യേകിച്ച് +2 കഴിയുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഒരു വഴിത്തിരിവിലാണ്. ഇനി നമ്മൾ എന്ത് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്, ഏത് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം പോകുന്നത്. നമ്മൾ സിവിൽ സർവീസിൽ പോകണമെങ്കിൽ അതനുസരിച്ച് പോകണം. IAS IPS ഒക്കെ എടുക്കുന്ന കുഞ്ഞുങ്ങൾ ആ വഴിക്ക് പോകണം. പിന്നെ നന്നായി പല പല മാർഗങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഇതിലൂടെ വിശദീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ വരുന്നതിന് മുമ്പ്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആ വഴികൾ നോക്കണം. എല്ലാവരും ഡോക്ടറാവോ എഞ്ചിനീയറാവോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തകർന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏത് തൊഴിലും അതിൻ്റെതായ മാന്യതയുണ്ട്. അപ്പം നമ്മൾ നല്ല നിലയിൽ നമ്മുടെ ലക്ഷ്യബോധത്തോടെ ഞാൻ ഇന്ന റെയിൽ പോകാൻ തീരുമാനിച്ചു, അതിൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്കൊന്നും പറഞ്ഞു തരണ്ടായിരുന്നു. നിങ്ങൾ മിടുക്കരാണ്, നല്ല കുഞ്ഞുങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ വളർത്തണം. സ്നേഹം, നന്മ, സത്യസന്ധത, ആത്മാർത്ഥത, ഇത്തരം നല്ല പ്രവർത്തികൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയാൽ മതി. ഇപ്പോൾ പഠിക്കാൻ നിങ്ങൾ മിടുക്കരാണ്. പക്ഷെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണം. പഠനത്തിൽ വിജയിക്കുന്ന പോലെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ അനുകമ്പ, സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ, ആ ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ജീവിതത്തിലെ ഉയരങ്ങളിലേക്ക്, വലിയ വലിയ ഉയരങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയും. നിങ്ങളുടെ രക്ഷിതാക്കളെ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം രക്ഷിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോ വർഷത്തെയും പഠനത്തിനെല്ലാം ഒരുക്കി തന്നു. വിദേശ രാജ്യങ്ങളൊന്നും ഇങ്ങനെയൊന്നുമില്ല. എല്ലാവരും പഠിച്ചാൽ പഠിച്ചു എന്നുള്ളത് തനിച്ച് പഠിച്ചോളൂന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ വളരെ കെയർഫുള്ളായിട്ട് നോക്കുന്നു, പഠിക്കുന്നുണ്ടോന്ന് അന്വേഷിക്കുന്നു, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നു, പഠിക്കുന്ന ഒരു കുഞ്ഞാണെന്ന് കണ്ടാൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന രക്ഷിതാക്കളെ ജീവിതത്തിൽ ഒരു വട്ടത്തിലും മറക്കരുത്. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മൾ സ്വപ്നം കണ്ടാണ് കുഞ്ഞുങ്ങളായ നിങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഈ നാട് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ നന്മയിലേക്ക് കാണുകയാണ്. നിങ്ങൾ ജയിച്ച് വലിയ മിടുക്കരായി ശാസ്ത്രജ്ഞനോ നിങ്ങൾ വലിയ വലിയ ഉന്നത പദവികളിലൊക്കെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനിക്കാം. പത്തനാപുരത്തിൻ്റെ മണ്ണിൽ ജനിച്ച ഒരു കുട്ടിയാണ്, ഒരു മോനാണ് അല്ലെങ്കിൽ ഒരു മോളാണ് ഈ നാടിനെ ഇത്രയും വലിയ ഒരു കണ്ടുപിടുത്തം നടത്തിയത് എന്ന സന്തോഷം നമുക്കുണ്ടാകും. അപ്പോൾ അതൊക്കെ നിലനിർത്താൻ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ സഹായിക്കണം. നല്ല മക്കളായിട്ട് പഠിക്കണം. സത്യസന്ധതയുള്ളവർ ഏത് പ്രൊഫഷനിൽ പോയാലും നമ്മൾ സത്യസന്ധരും നീതിമാന്മാരുമായിരിക്കും.